അപ്പോൾ ഐ ആം അഗൻസ്റ്റ് സെൻസർഷിപ്പ്. സെൻസറിങ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഡെമോക്രാറ്റിക് പ്രോസസ്സാണ്. നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണെന്ന് പറയുമ്പോഴും നമ്മൾ സ്വാതന്ത്ര്യേതര ഇന്ത്യയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെൻസർഷിപ്പ് ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ. ഇത് ശരിക്കും ഡിക്റ്ററ്റോറിയൽ കൺട്രീസിലുള്ള പോലെയുള്ള സെൻസർഷിപ്പാണ്. ആൻഡ് സെൻസർഷിപ്പിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് അന്നന്ന് അപ്പോൾ ഭരിക്കുന്ന ഭരണ പാർട്ടികളുടെ ഒരു ആമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിനെ മറികടക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവരുടെ റൂൾ ബുക്സ് നോക്കുകയാണെങ്കിൽ, അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ആർട്ടിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ അനുവദിച്ചാൽ മാത്രമേ ആർട്ട് കൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. ഇന്ത്യയിൽ സ്റ്റേറ്റ്സ് വൈസായിട്ട് തന്നെ സെൻസർഷിപ്പ് റൂൾസിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ബോളിവുഡിനുള്ള സെൻസർഷിപ്പ് റൂളല്ല കേരളത്തിൽ വരുമ്പോൾ, കേരളത്തിലല്ല തമിഴ്നാടിനല്ല കർണാടകയ്ക്ക്, ഇങ്ങനെ ഓരോ സ്ഥലത്തും വിഘടിച്ച് വളരുന്ന ഒരു സമൂഹമായിട്ടാണ് നമ്മൾ പോകുന്നത്. ആർട്ടിൻ്റെ കാര്യത്തിൽ അത് വളരെ വളരെ എവിഡൻറ്റുമാണ്. അപ്പോൾ ഐ ആം അഗൻസ്റ്റ് സെൻസർഷിപ്പ്. സെൻസർഷിപ്പ് ഷുഡ് ബി ഡൺ അവേ വിത്ത്, ബട്ട് സർട്ടിഫിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുട്ടികൾ കാണണമോ എന്ന് അതിനുള്ള ഡിസിഷൻ എടുക്കാം. പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് മെൻ ഇരുന്നിട്ട് ബാക്കിയുള്ള മനുഷ്യർ ഇത് കാണണമോ എന്ന് സംസാരിക്കുന്നത് ദേവന്മാർക്ക് മാത്രമേ അത് സാധിക്കൂ. അത് മനുഷ്യർക്ക് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പം ദേവന്മാർ അല്ലാത്തടത്തോളം കാലം ഒരാൾക്കും വേറൊരാളുടെ ആർട്ടിനെ കട്ട് ചെയ്യാനോ ഉപദ്രവിക്കാനുള്ള അവകാശമില്ല എന്നാണ് എൻ്റെ വിശ്വാസം.